ഓന്റെ പൊന്നോ ആര് വണ്ടിക്ക് കാല് കൊടുക്കുമ്പോൾ റെസ്പോൺസ് ആണ് നിങ്ങള്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ Volkswagen Vento ആണ്. നമ്മുടെ ഏറ്റവും പുതിയ 1 ലിറ്റർ TSI എഞ്ചിനുള്ള 3 സിലിണ്ടർ എഞ്ചിനോട് കൂടിയിട്ടുള്ള നമ്മുടെ Volkswagen Vento ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പോളോയിലും അതുപോലെ തന്നെ വെൻറ്റോയിലൊക്കെ സെയിം എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ പോളൊക്കെ നമ്മൾ ഓൾറെഡി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 1 ലിറ്റർ എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വെൻറ്റോയിൽ, അതായത് ഈ ഒരു സെഡാൻ സെഗ്മെന്റിലേക്ക് വന്നിട്ട് ഈ ഒരു സെയിം എഞ്ചിൻ തന്നെ ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ ഒരു സുഖമുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇന്റീരിയറൊക്കെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഇന്റീരിയറൊക്കെ ആദ്യം നോക്കിയതിന് ശേഷം വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ Volkswagen Ventoൻ്റെ എക്സ്റ്റീരിയർ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എക്സ്റ്റീരിയർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രൊജക്ടർ വന്നിട്ടില്ല, പക്ഷേ LED ആണ് ഹെഡ് ലാംപ്സ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു DRL യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഷേപ്പുള്ള ഒരു DRL യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പഴയ ഹെഡ് ലാമ്പ് യൂണിറ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഇത് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. LED ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഗ്രില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഹണി കോംബ് ടൈപ്പ് ഗ്രില്ലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് നടുഭാഗത്തായിട്ട് നമുക്ക് Volkswagenൻ്റെ വലിയൊരു ലോഗോയും കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് താഴെഭാഗത്തായിട്ട് ക്രോമിയം ലൈൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിന് താഴ്വശത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോയിങ് ഹുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്റ്റിൽ ഇത് നോർമൽ ടൈപ്പ് ഫോഗ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ കോർണറിങ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് താഴ്ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഹണിക്കോംബ് ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻസ് എലമെൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു താഴ്ഭാഗത്തുള്ള വെൻറ്റും വന്നിരിക്കുന്നത് നമുക്ക് ഹണിക്കോംബ് ഡിസൈനിലാണ് ഈ ഒരു വെൻറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് താഴ്ഭാഗത്ത് നമുക്ക് ഒരു ലിപ്പ് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു സ്കേട്ടിംഗ് ഒക്കെ ഒരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസൈൻ വൈസിൽ നോക്കുമ്പോൾ വെൻറ്റോയിൽ വലിയ ഡിസൈനിൻ്റെ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പഴയ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും അതിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒക്കെ അവർ LED ആക്കി എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിലൊരു 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സിംഗിൾ ടോൺ അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്കൊരു Volkswagenൻ്റെ ഒരു ലോഗോയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 195/55/R6 എന്ന് പറഞ്ഞ പ്രൊഫൈലാണ് ടയർ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടയർ പ്രൊഫൈൽ തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ 2 ഡ്രം ബ്രേക്കുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ടുള്ള ഒരു സൈഡ് മിററാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഈ സൈഡ് മിററിൻ്റെ ഈ ഒരു വശത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ കിട്ടുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണോ നമുക്ക് ചിലപ്പോൾ ഉള്ളിലിരുന്ന് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഡോട്ടിൽ ഇത് കത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആക്ച്വലി ഇൻഡിക്കേറ്ററോട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഒരു ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫീച്ചറാണ് ആക്ച്വലി. പിന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ ഇലക്ട്രോണിക്കലി ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മിറർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡോർ ഹാൻഡിലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിൽ ബോഡി കളറോട് കൂടിയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മോൾ വശത്തായിട്ട് ഒരു ക്രോമിയം ഇൻസെർട്ട് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കീ ഹോൾസ് ആണ് വന്നിരിക്കുന്നത്. റിക്വസ്റ്റ് സെൻസർ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ബി പിലറും സി പിലറൊക്കെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ബി പിലർ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ സി പിലർ എന്ന് പറയുമ്പോൾ ചെറിയൊരു പിലർ മാത്രം ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഗ്ലാസ് ആണ് കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ് ഗ്ലാസ് ഏരിയ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടഫ് ആൻഡ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. ഉള്ളിലേക്ക് അധികം ചൂടൊന്നും എടുക്കാത്ത രീതിയിലുള്ള ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്തേക്ക് നോക്കുന്ന സമയത്ത് ആൻറ്റിന നമുക്ക് നോർമൽ ടൈപ്പ് ആൻറ്റിനാസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കിലത്തെ ഗ്ലാസ്സിൽ നമുക്ക് ഡിഫോഗറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹൈ ബീം LED സ്റ്റോപ്പ് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് Volkswagenൻ്റെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിന് താഴ്വശത്തായിട്ട് നമുക്കൊരു ക്രോമിയം ലൈൻസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. TSIയുടെ ഒരു ബാഡ്ജിങ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ വെൻറ്റൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലെ ടെയിൽ ലാംപ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നു. ഹാലജൻ ബൾബുകളാണ് വന്നിരിക്കുന്നത്. ഇതിലാണ് സ്റ്റോപ്പ് ലൈറ്റ്സ് വന്നിരിക്കുന്നത്. പിന്നെ റിഫ്ലക്റ്റേഴ്സ് താഴെ ഭാഗത്ത് 2 റിഫ്ലക്റ്റേഴ്സ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിക്കി സ്പേസിൻ്റെ അവിടെയാണ്, അതായത് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു പോർഷൻ്റെ അവിടെയായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് ലൈറ്റ് താഴെ ഭാഗത്ത് നമുക്ക് നമ്പർ പ്ലേറ്റിലേക്കുള്ള ലൈറ്റ്സ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ആക്ച്വലി അത്യാവശ്യം നല്ല ബൂട്ട് തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം ഇതൊരു എക്സിക്യൂട്ടീവ് സെഡാൻ വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഇത് കാണാൻ സാധിക്കുന്നത്. 494 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോകാനായിട്ടുള്ള പറ്റിയ തരത്തിലുള്ള ബൂട്ട് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഫ്ലെക്സിബിളാണ്. ഇത് ബൂട്ടൊക്കെ തുറക്കുന്ന സമയത്ത് ഭയങ്കര ഫ്രീ ആണ്. നല്ല സുഖമായിട്ട് നമുക്ക് തുറക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ എഞ്ചിനൊന്ന് കാണാം. അപ്പോൾ എഞ്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് 1 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. TSI എഞ്ചിനാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിനൊന്ന് തുറന്നു നോക്കാം. ബോണറ്റ് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് തുറക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു ലിവറുണ്ട്. ആ ലിവർ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ബോണറ്റ് തുറക്കാവുന്നതാണ്.
പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ 1 ലിറ്റർ TSI എഞ്ചിൻ കാണാൻ സാധിക്കുന്നത്. ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതൊരു മാനുവൽ വണ്ടിയാണ്, പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് എഞ്ചിൻ ബേ കാണാൻ സാധിക്കുന്നത്. എഞ്ചിൻ്റെ മുകളിലൊരു ചെറിയൊരു എന്താ പറയുക കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കവറിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻഡ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ഒരു ഇൻസുലേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ചൂട് ബോണറ്റിലേക്ക് എടുക്കാതിരിക്കാനും അതുപോലെ തന്നെ സൗണ്ടും പുറത്തേക്കുള്ള സൗണ്ടും വളരെ കുറവായിരിക്കും. അപ്പോൾ എഞ്ചിൻ ബേനെ കുറിച്ച് പറയുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഞ്ചിൻ ബേ തന്നെയാണ് ഈ ഒരു വെൻറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡിലെ ഡോർ പാഡിൽ കാണാൻ സാധിക്കുന്നത് ഡ്യുവൽ ടോണാണ്. ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ബീജ് എന്നുള്ള കളറിലാണ്, ഡ്യുവൽ ടോണിലാണ് നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മിററുകൾ ഫോൾഡ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ മാനേജ് ചെയ്യാനും പറ്റുന്ന, അതായത് ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന നോബ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലാണ് നമുക്ക് 4 ഡോറുകളും ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിലാണ് നമുക്ക് പവർ വിൻഡോസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് വന്നിരിക്കുന്നത്. സിംഗിൾ ഇതിൽ നമുക്ക് ഡൗൺ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ഇത് പവർ വിൻഡോ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ടുള്ള ബട്ടണോട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട്, അത് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടണാണത്. പിന്നെ ഇതിൽ നമുക്കൊരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ, ചെറിയൊരു ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡിലാണ്, അതായത് ഡോർ തുറക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡിലാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല സോളിഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. നമുക്കറിയാം ഫോക്സ്വാഗൻ വണ്ടികൾ ഒരിക്കലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത വണ്ടികളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡോറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ ആ ഒരു അടയ്ക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിലേക്ക് പുഷ് ബാക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സീറ്റ് നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു അപ്പോൾസറി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റൊക്കെ നല്ല സ്പോർട്ടി ഡിസൈനുള്ള ഒരു സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡ്രൈവർ ഫ്രണ്ട്ലിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വന്നിരിക്കുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ഒരു സ്പോർട്ടി ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. താഴത്തെ ഫ്ലാറ്റ് ബോട്ടമാണ്. നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോണൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിലാണ് നമുക്ക് വൈപ്പർ വന്നിരിക്കുന്നത്. ഇത് ഓപ്പോസിറ്റാണ് വരിക. ഇതിൽ നമുക്ക് വൈപ്പേഴ്സും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നിരിക്കുന്നത്. ഈ ഒരു നോബിൽ തന്നെയാണ് ക്രൂസ് കൺട്രോൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു നമ്മുടെ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീച്ചൊക്കെ ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. നല്ല സ്പോർട്ടിയായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹോൺസ് ഒക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു. ഒരു നടുഭാഗത്തായിട്ട് ചെറിയൊരു വോക്സോൻ്റെ ഒരു ലോഗോ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക്, അതായത് ഇടതുവശത്തായിട്ട് നമുക്ക് RPM കാണാൻ സാധിക്കുന്നുണ്ട്, വലതുവശത്തായിട്ട് നമുക്ക് സ്പീഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നടുവിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ നമുക്ക് ടൈം അതുപോലെ തന്നെ ട്രിപ്പ്, ഫ്യൂല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ എന്താ പറയുക മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ ആവറേജ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഒരു വലിയൊരു സ്പോർട്ടി എന്ന് പറയാൻ പറ്റില്ല മീറ്റർ കൺസോളിനെ, പക്ഷേ ഒരു എന്താ പറയുക ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനെ നമുക്ക് മടുപ്പ് വരില്ല അങ്ങനത്തെ ഒരു മീറ്റർ ക്ലസ്റ്ററാണ് ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയാം. പിന്നെ നമുക്ക് സെൻറ്റർ ഡാഷ്ബോർഡിൽ നോക്കുന്ന സമയത്ത് ഇതിൽ 2 AC വെൻറ്റുകൾ വന്നിരിക്കുന്നു. ഇതിൽ ചെറിയൊരു ക്രോമിയം സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൈൻസ് ഒക്കെ കൊടുത്ത് ക്രോമിയം ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഓഫ് ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിരുന്നു. കുറേ ഡമ്മി ബട്ടൺസ് കൂടെ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൽ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. ഇത് നമുക്ക് റേഡിയോ, മീഡിയ, ആൻഡ്രോയിഡ്, ആപ്പിൾ കെയർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് റേഡിയോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഓൾമോസ്റ്റ് നമുക്ക് സാധാരണ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട എല്ലാ ഓപ്ഷൻസും നമുക്കൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ താഴത്തെ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോ AC ആണ് കാണാൻ സാധിക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലാണ് ഓട്ടോ AC കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡിജിറ്റൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പഴയ കാലത്തെ ഒരു ഓർമ്മയുണ്ട്. എന്താ പറയുക ആ ഒരു നമുക്കിപ്പോൾ ഒരു കുറേ കാലം ഈ ഒരു വണ്ടി ഉപയോഗിച്ചാലും മടുപ്പ് വരില്ല. അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ആണ് കാണുന്നത്. അതായത് ഒരു പ്രീമിയം ആണോ എന്ന് ചോദിച്ചാൽ പ്രീമിയമാണ്. പക്ഷേ എന്താ പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ കണ്ട് മടുക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് എലമെൻറ്റ്സ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് താഴത്തേക്ക് നമുക്ക് കപ്പ് ഹോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കപ്പ് ഹോൾഡർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് അവിടെ കിട്ടും. പിന്നെ കപ്പ് എന്തെങ്കിലും ഇപ്പോൾ വെക്കണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽസ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കൂടെ വെക്കാം. താഴത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് ലിവർ വരുന്നത്, ഇത് റിവേഴ്സ്, പിന്നെ ഒരു 6 ഗിയറാണ് വരുന്നത്. ഇതിൻ്റെ എന്താ പറയുക റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അടിയിലേക്ക് താഴ്ത്തി പിടിച്ചിട്ട് ഇട്ടാൽ മാത്രമാണ് റിവേഴ്സ് വരുള്ളൂ. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മുടെ റിവേഴ്സ് ക്യാമറ കൂടെ വരുന്നുണ്ട്. ലൈൻസ്, അഡാപ്റ്റീവ് ലൈൻസും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. ക്വാളിറ്റി കുറച്ച് കുറവാണെന്നുള്ളതാണ് ഇതിലൊരു ശ്രദ്ധിച്ചൊരു കാര്യം. പിന്നെ
ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സ്മൂത്താണ്. സിൽവർ ഫിനിഷിങ്ങിൽ ലൈൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നു. ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പിൽ നമുക്കൊരു സിൽവർ കളറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഹാൻഡ് റെസ്റ്റ് മടക്കി അതൊന്ന് താത്താനും പൊന്തിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് റെസ്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ കോ ഡ്രൈവർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു AC വെൻ്റ്, അതുപോലെ തന്നെ എയർ ബാഗ്, പിന്നെ നമ്മുടെ ഗ്ലൗ ബോക്സ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ചെറിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഗ്ലൗ ബോക്സ്, കൂൾ ഗ്ലൗ ബോക്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോബ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ 4 എയർ ബാഗാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 2, അതായത് സീറ്റിൻ്റെ സൈഡിലും അതുപോലെ തന്നെ മുകൾ വശത്തായിട്ടുള്ള എയർ ബാഗ്, അതുപോലെ തന്നെ ഡ്രൈവറുടെ സൈഡിലും ഈ ഒരു ഭാഗത്തും പിന്നെ സീറ്റിൻ്റെ സൈഡിലായിട്ട് എയർ ബാഗ്, അങ്ങനെ 4 എയർ ബാഗാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഭയങ്കര സോളിഡ് ആട്ടോ. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ഡാഷും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ കാലം ഉപയോഗിച്ചാലും കംപ്ലയിൻസ് ഒന്നും വരാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു നമുക്കറിയാം ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ സിൽവർ ഫിനിഷിംഗ് ലൈൻസ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു എലമെൻറ്റ്സ് വന്നിരിക്കുന്നത്, കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അത് നല്ല കാണാണ്ട് ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇതിലാണ് നമുക്ക് ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വരുന്ന നോബ്. പക്ഷേ നമുക്ക് ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലൈറ്റൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഹെഡ് ലാംപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഹെഡ് ലാംപ്സ് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഫോഗ് ലാമ്പ് തുടങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ യൂറോ കൺട്രോൾസാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഫോക്സ്വാൻ്റെ വണ്ടികളും എല്ലാ വണ്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് മുകൾ വശത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഓട്ടോ ഡിമ്മിങ് മിറർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സൺവൈസറിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡറാണ് കൂടെ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഉള്ളിലേക്കുള്ള ക്യാബിൻ ലൈറ്റ്സ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കോ ഡ്രൈവർ സൈഡിൽ നമുക്കൊരു വാനിറ്റി മിറർ, അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, വാനിറ്റി മിറർ മാത്രമേ ഉള്ളൂ. പിന്നെ 3 ഡോറിലും തന്നെ നമുക്ക് ഗ്രാബ് ഹാൻഡ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല അത്യാവശ്യം നല്ല പ്രീമിയം, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ എന്നാൽ പോലും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ക്വാളിറ്റി തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം സെഡാൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് ഡോറിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡോർ ഓപ്പണർ വന്നിട്ടുള്ള ഒരു സിൽവർ ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പവർ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സോളിഡ് ആയിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഇതും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴെഭാഗത്തോടെ സ്പീക്കറോട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു ഫയൽസും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസോട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റിലും തന്നെ, അതായത് 4 സീറ്റിലും കറക്റ്റ് സീറ്റ് ബെൽറ്റും, പിന്നെ നടുക്കിൽ നമുക്ക് ചെറിയ മറ്റേ ക്രോസ്ഡ് ആയിട്ട് ഇടാനുള്ള സീറ്റ് ബെൽറ്റോടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ആംറെസ്റ്റോടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആംറെസ്റ്റിൽ നമുക്ക് വേറെ ബോട്ടിൽ ഹോൾഡർ ഒന്നുമില്ല, നല്ല വീതി കൂടിയിട്ടുള്ള ഒരു ആംറെസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ് ബീച്ച് കളറിലാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് ചെറിയൊരു ഒരു ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ഒരു എയർ സർക്കുലേഷൻ ഉള്ള പോലെ തോന്നും. പക്ഷേ അതിൽ എയർ സർക്കുലേഷൻ ഒന്നുമില്ല, ഡിസൈൻ മാത്രമുള്ളതാണ് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമുക്ക് എല്ലാ സീറ്റിലും തന്നെ സീറ്റ് നമ്മുടെ 4 ഇതിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ വന്നിരിക്കുന്നു. നടുഭാഗത്ത് വന്നിട്ടില്ല, ഹെഡ് റെസ്റ്റ് വന്ന് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് ബാക്കിലത്തെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഹുക്ക് കാണാൻ സാധിക്കും, അതായത് കോട്ട് ഹുക്കും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അത് ഒരു 1 സൈഡിൽ മാത്രമല്ല. പിന്നെ ബാക്കിലത്തെ ക്യാബിൽ നമുക്ക് ലൈറ്റോടെ കാണാൻ സാധിക്കുന്നുണ്ട്. 1 സൈഡായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, 1 സൈഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബിനറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിൽ, നല്ല ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ നല്ല സ്പേസ് ഉണ്ടായിരുന്നു, ബാക്കിൽ ഇരിക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ തൈ സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ലൊരു തൈ സപ്പോർട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കാലൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നിവർത്തി വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്പേസോടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് സ്കൂപ്പ് ചെയ്തുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയൊരു ഫയൽസും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് ഒരു AC വെൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു കപ്പ് ഹോൾഡർ ആക്കിയിട്ട് വയ്ക്കാൻ സാധിക്കും. പിന്നെ അതിന് താഴ്വശത്തായിട്ട് ഒരു 12 വാട്ടിൻ്റെ ചാർജിങ് സോക്കറ്റോടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൽ നടുക്കൊരു ഹമ്പ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റാണ് ഈ ഹമ്പ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു പ്രീമിയം വണ്ടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 4 ആൾക്ക് കറക്റ്റായിട്ട് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ നടുക്കിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കാലം ഒരു കാലം അപ്പുറത്തേക്കും ഒരു കാലം ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും ഇരിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറും. ആ ഒരു സീറ്റിൻ്റെ ഒരു സ്റ്റൈലും ഈ സൈഡ് നടുക്കിലത്തെ സ്റ്റൈലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും ആ ഒരു സീറ്റിൽ. പക്ഷേ നടുക്കിൽ ആ ഒരു കംഫർട്ട് കിട്ടുമെന്നുള്ളത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നത് മാത്രം, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇത് കറക്റ്റ് 4 ആൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ല വെളിച്ചവും വരും. പക്ഷേ എന്നാൽ പോലും ഈ ടിൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു സെഡാൻ തന്നെയാണ് നമ്മുടെ ഫോക്സ്വാഗൻ വെൻഡോ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇലക്ട്രോണിക് വൈസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കുറച്ച് കുറവാണെന്നുള്ളൂ. പക്ഷേ നമുക്ക് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ട എല്ലാ ഓപ്ഷൻസും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ
ഈ ഒരു വെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന അതായത് ഡ്രൈവറാണ് ഫ്രണ്ടിലുള്ളത്. പിന്നെ ബാക്കിലിരിക്കുന്ന ആൾക്ക് എന്താ പറയുക, ഫ്രണ്ടിലത്തെ സീറ്റ് ബാക്കിലിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ആളില്ല. അപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റൊന്നും ഫ്രണ്ടിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിവർ ഒന്ന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വളരെ അനായാസം ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നോവ ക്രിസ്റ്റൽ ആ ഒരു ഫീച്ചർ കണ്ടിരുന്നു. അതിൻ്റെ മുകൾ വശത്തായിരുന്നു, ഇത് താഴ്വശത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലൈക്ക് എ ബോസ് എന്ന് പറയാം. എന്താ പറയുക, ബാക്കിലിരുന്നിട്ട് ഇപ്പോൾ ഡ്രൈവറെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ഫ്രണ്ടിലെ സീറ്റൊക്കെ ഒന്ന് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഡോറിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡോറിൽ നമുക്ക് സ്പീക്കർ സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല സൗണ്ട് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ പാട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അത്യാവശ്യം നല്ല സെറ്റപ്പിലുള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോക്സ്വാഗൻ്റെ വണ്ടികൾ നമുക്കറിയാം, അങ്ങനെ മോശമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല. നല്ല സൗണ്ട് സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിയിലേക്ക് വന്നിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം കണ്ടാണ്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫോക്സ്വാഗൻ വെൻഡോൻ്റെ കീ വരുന്നത്. അപ്പോൾ ഈ ഒരു കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് കീ ഒന്നുമല്ല, നോർമൽ ടൈപ്പ് താക്കോൽ തന്നെയാണ്. കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഒരു നോർമൽ ടൈപ്പ് താക്കോലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കീലെസ് എൻട്രിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിലൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അൺലോക്ക് കുറച്ച് നേരം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം തന്നെ താന്നു വരുന്നത് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ചൂടുള്ള ഗ്രൗണ്ടിലോ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ് തുറന്നിടുകയും ഉള്ളിലുള്ള ചൂടുകാർ പുറത്തേക്ക് കളയാനും സാധിക്കും. അതുപോലെ തന്നെ ലോക്ക് കുറച്ച് നേരം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ്സുകളെല്ലാം തന്നെ മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അതായത് ക്ലോസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു താക്കോലിൽ അവൈലബിൾ ആണ്. അതാണ് ഇതിൽ പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം. നമുക്കൊരു 2-3 സെക്കൻഡ് ഞെക്കി പിടിക്കണം, എന്നാൽ മാത്രമേ അത് തുറക്കുള്ളൂ. പിന്നെ ബാക്കിലത്തെ ഗ്ലാസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ പകുതിയാണ് നമുക്ക് താവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു കൺവീനിയൻ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് താന്നു വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 ലിറ്റർ TSI വണ്ടിയാണ്. പെട്രോളോ TSI വണ്ടി ഫുൾ ഓപ്ഷൻ ഹൈലൈൻ പ്ലസ് വണ്ടിയാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വരുന്ന ഫീച്ചറുകളും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. കുറവുകളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫീച്ചറുകളാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വണ്ടികൾ സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എന്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല മൈലേജും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. 1 ലിറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജും ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 17 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നത് കമ്പനി ചെയ്യുന്നത്. 16.5 സംതിങ് ആണ് കമ്പനി പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പോലെ ഒരു 12-13 ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കതിൽ കറക്റ്റ് ഗിയർ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഗിയർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള ഫ്യൂവൽ കിട്ടുന്നത്, അതായത് നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നമുക്കറിയാം ഫോക്സ്വാഗൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപോലെ നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ വണ്ടിയുടെ ബോഡിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ നല്ല മെറ്റീരിയൽ കൊണ്ടാണ് ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സേഫ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇടുകയാണ്. അപ്പോൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ കാണുന്നുണ്ട്. അഡാപ്റ്റീവ് ലൈൻസ് ഇല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിൽ ലൈൻ അല്ലെ ഇത് കാണിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് ലൈൻസ് അല്ല കാണുന്നത്, പക്ഷെ നല്ല ഫ്രീ ആട്ടോ. നല്ല സ്റ്റിയറിംഗ് ഒക്കെ നല്ല ഫ്രീ ആണ്. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി റോഡിലേക്ക് ഇറക്കി. ഇതിൻ്റെ റിവേഴ്സ് ഇടുമ്പോഴും ഫസ്റ്റ് ഇടുമ്പോഴും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താ പറയുക, ഉപയോഗിച്ചാൽ ഞാൻ പരിചയത്തെ ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം അത് ഒന്ന് നമ്മുടെ ഗിയർ ലിവറും താത്തിയിട്ട് റിവേഴ്സ് ഇട്ടാൽ മാത്രമാണ് റിവേഴ്സ് വീഴുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ റിവേഴ്സ് വീഴില്ല, ഫസ്റ്റ് ഗിയറും മാത്രമാണ് വീഴുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 ലിറ്റർ എൻജിൻ തന്നെ ഈ ഒരു വണ്ടിക്ക് അധികമാണോ എന്നുള്ളത് ഇപ്പോൾ സംശയം. എന്താ വെച്ചാൽ ആ ഒരു ഗിയറിൻ്റെ റേഷ്യോ ഒക്കെ രസമുണ്ട്. വണ്ടി കാലിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ കയറി പോകുന്നതൊക്കെ ഉണ്ട്. സോറി, ഇതിൽ നമ്മുടെ വൈപ്പർ ഇതും വേറെ അപ്പുറത്ത് ഇപ്പുറത്താണ്. അത് നമ്മൾ ഈ വണ്ടികൾ ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് അത് മാറിപ്പോവും. വണ്ടി നല്ല റെസ്പോൺസീവ് ആട്ടോ. വണ്ടി ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് വണ്ടി കുതിക്കുകയാണ്. ഒരു 60 കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് ഫസ്റ്റ് ഗിയർ എടുക്കാൻ പറ്റും. സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ നമുക്കതൊരു 90 കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് സുഖമായിട്ട് സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റും. നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. നമുക്ക് ഇപ്പോൾ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് ഗിയറിലേക്കാണ് മാറ്റേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 6 ഗിയറാണ് നമുക്ക് ഇതിൽ ഈ വണ്ടിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക്
അത് കാണിച്ചു തരുമ്പോൾ നമ്മളെ ഫ്യൂൽ എഫിഷ്യൻസി കറക്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. കാരണം നമുക്ക് ആ ഒരു ഗിയർ സിസ്റ്റത്തിൻ്റെ ഒരു മെക്കാനിസം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്യാൻ അപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവൽ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജും കിട്ടും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 90 കിലോമീറ്റർ സ്പീഡിലാണ്. നമ്മുടെ റോഡ്സിന് കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റില്ല. പക്ഷേ വളരെ കംഫർട്ടായിട്ട് ഇപ്പോൾ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഒരു കാരണവശാലും നമ്മൾ പറയില്ല. അത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. ഉള്ളിലേക്ക് ചെറിയൊരു നോയ്സ് എടുക്കുന്നുണ്ട്. വണ്ടി ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു രീതിയിൽ എന്ന് വെച്ചാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് ഒരു നോയ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് കേൾക്കുന്നുള്ളൂ. പക്ഷെ എന്നാൽ വണ്ടി ഇങ്ങനെ പോണ ഒരു സുഖം ഉണ്ടല്ലോ, അത് ഫോക്സ്വാഗന് സമ്മതിക്കണം. ഇത്രയും 1 ലിറ്റർ എഞ്ചിൻ വെച്ചിട്ട് ഇത്രയും 3 സിലിണ്ടർ ഒരു എഞ്ചിൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വണ്ടി ഇത്രയും കംഫർട്ടായിട്ട് അത്രയും പെർഫോമൻസിൽ നമുക്ക് കിട്ടണം എന്നുള്ളത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോഴേ നമ്മൾ അറിയണില്ല ഇതൊരു 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. അത്രയും സുഖമായിട്ടാണ് വണ്ടി ഇങ്ങനെ കയറി പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒരു ഇതൊരു സെഡാനാണ്, എന്നിട്ട് പോലും വണ്ടി ഇങ്ങനെ വലിച്ചു കയറാന്ന് പറഞ്ഞാൽ അത്രയും രസമായിട്ടാണ് വണ്ടി വലിച്ചു കയറുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 140 മുകളിലേക്ക് ചിലപ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു 120 വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. ഞാൻ പറയണത് ഒരു 120-130 വരെയൊക്കെ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ തന്നെ വളരെ സുഖമായിട്ട് തന്നെ വണ്ടി ക്രൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ 1 ലിറ്റർ ആണെങ്കിലും 1.2 ലിറ്റർ ആണെങ്കിലും 3 സിലിണ്ടർ വണ്ടികൾ വേറെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആ ഒരു വണ്ടികളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ആ ഒരു കംഫർട്ടും ആ ഒരു പെർഫോമൻസാണ് നമുക്ക് ഇതിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ബ്രേക്ക് പിടിച്ചു, ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് പോലും വളരെ ഈസി ആയിട്ട് വണ്ടി നിന്നു. അതിൻ്റെ ഒരു ABS-ന്റെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നമ്മൾ സ്പീഡ് ഇപ്പോൾ 90 കിലോമീറ്റർ സ്പീഡിലായിട്ട് പോലും വണ്ടി വളരെ അനായാസം നിന്നു. നമുക്ക് വളരെ ഒരു സ്റ്റെബിലിറ്റി കിട്ടി. വണ്ടിയുടെ വേറെ ഒരു രീതിയിലും ടയർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്തു. വണ്ടി ഒരു ഫോക്സ്വാഗൻ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഫീലാണ് ആക്ച്വലി. അത് എന്താ പറയുക, ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്സ്വാഗനിലേക്ക് എന്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ട് ഒരാളാണോ, അതൊരു വണ്ടികൾ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്താ പറയുക വേറെ ഒന്നും നോക്കല്ല, അത് ഫോക്സ്വാഗൻ തന്നെയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ചെറിയ ഞാൻ പറയുന്നത് നമുക്കൊരു ബഡ്ജറ്റ് ഒരു 10 lakhs 20 lakhs-ൻ്റെ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു പ്രീമിയം വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഫോക്സ്വാഗൻ വളരെ ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക ചൂസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊക്കെ തന്നിട്ടുള്ളത് തൃശ്ശൂർ മണ്ണത്തി ബൈപ്പാസിലുള്ള ഫോക്സ്വാഗനാണ്. തൃശ്ശൂർ ഫോക്സ്വാഗനാണ് നമുക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഫോക്സ്വാഗൻ്റെ വണ്ടികളെ കുറിച്ച് എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അവർ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഞാൻ ഇത് പെട്ടെന്ന് നമുക്ക് മാറിപ്പോവാണ്. നമ്മൾ യൂറോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്കിതിൻ്റെ എന്താ പറയുക വൈപ്പറും ഇൻഡിക്കേറ്ററും മാറിപ്പോകുന്നുണ്ട്. അതാണ് ഒന്നും വിചാരിക്കരുത്. അത് എന്താ പറയുക പല വണ്ടികളും നമുക്ക് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഈ ഫോക്സ്വാഗൻ്റെ വണ്ടികളിലും അതുപോലെ തന്നെ 2-3 ടൈപ്പ് വണ്ടികളിലും മാത്രമാണ് ഇങ്ങനെ ഈ ലെഫ്റ്റ് റൈറ്റും വരുന്നുള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഷോക്ക് അപ്സർ കുഴപ്പമില്ല കേട്ടോ. ഷോക്ക് അപ്സർ ഇപ്പോൾ നമുക്ക് കുഴിയിലൊക്കെ ചാടുന്ന സമയത്ത് ഒരു മിഡിലിൽ നിൽക്കും. വലിയ എന്താ പറയുക അത്രയും സോഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഹാർഡൊന്നും പറയാൻ പറ്റില്ല. ഒരു മിഡിലൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഒരു ഷോക്ക് അപ്സറാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്താ പറയുക കൺവീനിയൻ്റ് ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ ചെറിയ 2-3 കുഴികളിലൊക്കെ ചാടി വലിയൊരു അടിയൊന്നും ഉള്ളിലേക്ക് വരുന്നില്ല. നല്ല സ്മൂത്തൊക്കെ തന്നെ ഉള്ളിലിരിക്കുമ്പോൾ സമയത്ത് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത്രയും ഹാർഡായിട്ടുള്ള കുഴികളിൽ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു അടി ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കാൻ പാടാ. എൻ്റെ പൊന്നോ 6500 RPM റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് 60 കിലോമീറ്റർ സ്പീഡിലാണ് റെഡ് ലൈൻ ചെയ്തത്. 6500 RPM വണ്ടി പൊള്ളിയാട്ടോ, രക്ഷയില്ല. കട്ട് ഓഫ് ആവുന്നുണ്ട്. അതായത് നമുക്ക് RPM ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള 6500 7000 RPM അടുത്ത് വരുന്ന സമയത്ത് എഞ്ചിൻ കട്ട് ഓഫ് ആയിട്ട് അവിടെ റേവ് ചെയ്യാണ് ചെയ്യണത്. അതിന് മുകളിലേക്ക് പിന്നെ മാറണില്ല. അപ്പോൾ നമുക്കൊരു ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഏത് ഗിയറിലേക്കാണ് നമ്മൾ മാറ്റേണ്ടതെന്നുള്ളത്. വീണ്ടും എന്താ നോക്ക്, നമ്മൾ ഈ ഒരു വണ്ടി ലെഫ്റ്റ് റൈറ്റ് മാറി പോണതിൻ്റെ ഒരു പ്രശ്നമാണത്. ഓ 6500 RPM ആ റെഡ് ലൈൻ ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. ആ റെഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്ന് ഇരിക്കും. അതായത് നമ്മൾ അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു
സുഖം നഷ്ടപ്പെടും. കറക്റ്റായിട്ട് നമ്മൾ അവർ പറഞ്ഞപ്പോൾ ഇപ്പോൾ 4ാമത്തെ ഗിയർ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ ഗിയർ ഇടുക, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്യൂവൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ് എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് വണ്ടി കയറി പോണത്. എനിക്ക് അതാണ് ഇവരുടെ വണ്ടിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു മേക്കിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ വണ്ടിയിൽ ഉണ്ടായാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഫീച്ചറായിരിക്കും, ചില ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമായിരിക്കും ഇഷ്ടം. നമുക്ക് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ് ആക്ച്വലി. ഇതിലിപ്പോൾ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീച്ചറുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വളരെ കുറവായിട്ട് തോന്നുള്ളൂ. പക്ഷേ ആവശ്യമുള്ള ഫീച്ചറുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാ ആവശ്യമുള്ള ഫീച്ചറുകളും നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വണ്ടികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതിൽ ഫീച്ചറുകൾ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് കംഫർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണത്. ഞാൻ ഇപ്പോഴും അതൊരു ആ ഒരു എന്താ പറയുക, ആ ഒരു ആശ്ചര്യത്തിലാണ് അത് കാണുന്നത്. നമ്മളിപ്പോൾ പോളോ ഓടിച്ച സമയത്ത് നമുക്ക് എന്താ പറയുക ആ ഒരു ഫീൽ കിട്ടിയതാണ്. പക്ഷേ ഞാൻ സെഡാനായിരുന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം 1 ലിറ്റർ 3 സിലിണ്ടറിൽ സെഡാൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പോയാണെങ്കിലും ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് അല്ല. എന്താ വെച്ചാൽ ഇത്രയും ലോഡുണ്ട് വണ്ടിക്ക്, എന്താ പറയുക നീളം കൂടി, പിന്നെ അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു 1 ലിറ്റർ എഞ്ചിന് ഇതിന് മതിയാവുമോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഓടിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അത് മാറി, എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി. കാരണം അത്രയും സുഖമാണ് വണ്ടി ഓടിക്കാൻ. വണ്ടി ഓവർടേക്കൊക്കെ ചെയ്യാനുണ്ടല്ലേ, വളരെ സിമ്പിളായിട്ടാണ് വണ്ടി കയറി പോണത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഇപ്പം 100 എത്തിക്കാന്ന് പറയണത് നിസ്സാര കാര്യമാണ്. പുട്ട് വരെ 100 എത്തും. ഒരു 130 സുഖമായിട്ട് വണ്ടി കയറുക, എന്താ പറയുക, ഒന്ന് കാല് കൊടുത്താൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചില്ലെങ്കിലും വണ്ടി 130 എത്തും. വളരെ ഈ ഒരു സ്റ്റിയറിംഗ് കണ്ട, ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ ഒരു വളവ് എടുത്താണ്, കോർണർ ഏതാണ്, വളരെ സ്റ്റെബിലിറ്റി എന്താ പറയുക, സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി ഇങ്ങനെ കയറി വരിക. കറക്റ്റായിട്ട് നമുക്ക് എന്താ കൊണ്ടു നടക്കാൻ പറ്റും. ആ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ അതിനനുസരിച്ചുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. വളരെ രസമായിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി വെൻഡോ. ശരിക്കും ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ് തുടങ്ങുന്നത് 10 ലക്ഷം തൊട്ട് ഏകദേശം ഒരു 14 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഒരു വെൻഡോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് സെഡാനാണ് വരുന്നത്, നോർമൽ ടൈപ്പ് സെഡാനല്ല. നമുക്ക് ഫോക്സ്വാനിൽ അറിയാം, ഒരു നോർമൽ ടൈപ്പ് സെഡാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആമിയാണ് വരുന്നത്. ആമിയോ കഴിഞ്ഞിട്ട് വരുന്ന വണ്ടിയാണ് നമ്മുടെ വെൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ വെൻഡോ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഷേപ്പാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. വണ്ടി ഞാൻ ഓടിച്ചിട്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ആ ഒരു സ്പീഡ്, നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വളരെയധികം കംഫർട്ടാണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് ഓടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ കിട്ടുന്നുണ്ട്. ആ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴേ ആ ഒരു വണ്ടി, ഒരു മെഷീൻ നമ്മൾ കൊണ്ടുപോവാണ് എന്നുള്ള ആ ഒരു ഡ്രൈവിൻ്റെ ഒരു സുഖം അത് ശരിക്കും ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ശരിക്കും അത് അറിയാൻ പറ്റും. ഈ ഗിയറൊക്കെ ഒന്ന് ഡൗൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വണ്ടി ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ഓടിക്കാം. അതാണ് അതിൻ്റെ ഒരു സ്പോർട്സ്മാനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടീനെ വണ്ടി കാല് കൊടുക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു പോളോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി റോക്കറ്റ് എന്ന് പറയാം പോളോനെ, ഒരു ചെറിയ റോക്കറ്റ് എന്ന് പറയാം പോളോനെ. ഇത് എന്ന് പറഞ്ഞാൽ വലിയ റോക്കറ്റ്, സെഡാൻ ടൈപ്പ് വണ്ടികളിലെ ഒരു റോക്കറ്റ് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഒരിക്കലും പ്രീമിയം വണ്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് 20 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരു 15 ലക്ഷത്തിന് താഴെ ഒരു പ്രീമിയം സെഡാനിൽ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടൊരു മികച്ച വണ്ടി തന്നെയാണ് ഈ ഒരു 1 ലിറ്റർ വണ്ടി. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കൺസേൺ ഉണ്ടായിരിക്കും 1.2 ലിറ്റർ ഒരു 4 സിലിണ്ടർ വണ്ടിയൊക്കെ വേണം എന്നുള്ള കൺസേൺ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1.2 ലിറ്റർ 4 സിലിണ്ടർ വണ്ടിയാണോ അല്ലെങ്കിൽ 3 സിലിണ്ടർ വണ്ടിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിനൊരു ഡിഫറൻസ് അറിയണില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു വണ്ടിക്ക് ഒരു ഡിഫറൻസ് അറിയണമല്ലോ നമുക്ക്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു 1 ലിറ്റർ വണ്ടിയാണെന്നൊരു ഡിഫറൻസ് അറിയണമല്ലോ. ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ നോയ്സിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു നമ്മളെന്താ പറയുക, ഡ്രൈവിംഗ് സമയത്തല്ല നമ്മൾ ആക്സിലേഷൻ കൊടുക്കില്ല, ഫസ്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ വലിപ്പിക്കുന്ന സമയത്ത് എൻജിൻ നോയ്സ് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കയറിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് എന്താ പറയുക ഇതൊരു 1 ലിറ്റർ 3 സിലിണ്ടർ വണ്ടിയാണ് നമുക്ക് തിരിച്ചറിയുള്ളൂ. ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല. ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് അധികം സൗണ്ട് ഒന്നും വരുന്നില്ല. അതിനുള്ള വെൽ പാക്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോണറ്റിനുള്ളിലൊക്കെ ആ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് അധികം സൗണ്ട് ഒന്നും കേൾക്കാനില്ല. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ട്, അത് പ്രീമിയം സെഗ്മെൻറ്റിൽ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഫോക്സ്വാഗൻ വെൻഡോയും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക. നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് വരുന്ന ഒരു വണ്ടിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. എന്താ പറയുക, അതിനുള്ള വണ്ടി ഉണ്ട്. ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഫീൽ കിട്ടും. നിങ്ങൾ പിന്നെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് ചുരുങ്ങിയതൊരു 4-5 കിലോമീറ്റർ ഓടിച്ചോട്ടോ, എന്നാലും നമുക്കൊരു വണ്ടിയുടെ ഫീൽ കിട്ടുള്ളൂ. നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഒരു 4-5 കിലോമീറ്റർ ഓടിക്കണം. അത് ഓടിച്ചാൽ തന്നെയാണ് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വണ്ടി ഒന്ന് തിരിച്ച് വളച്ചെടുത്താണ് കണ്ടോ, ആ ഒരു ടേണിങ് റേഡിയസ് ഒക്കെ കണ്ടോ, വളരെ സിമ്പിളായിട്ട് വണ്ടി കയറി വന്നു. ശരിക്കും ഒരു സെഡാനാണ്, പക്ഷേ സെഡാനാണെങ്കിൽ ശരിക്കും ഇങ്ങനെ കയറി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. എൻ്റെ പൊന്നോ, ആ ഒരു വണ്ടിക്ക് കാല് കൊടുക്കുമ്പോൾ ആ റെസ്പോൺസ് ആണ് നിങ്ങൾ ഈ ഒരു റെസ്പോൺസ് കിട്ടാ ഏത് വണ്ടിക്കാണ് കിട്ടാന്ന് എനിക്കറിയില്ല കേട്ടാ. കാല് കൊടുത്ത വണ്ടി നിൽക്കും ചെയ്യും, കാല് കൊടുത്താൽ വണ്ടി പറക്കും ചെയ്യും. അതാണ് വെൻഡോ. അപ്പോൾ നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഒരുപാട് എഫേർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെയാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ കിട്ടുന്ന പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീച്ച് ആവാൻ പെട്ടെന്ന് തന്നെ. അപ്പോൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമുക്കതനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പോൾ കൊറോണ സമയമാണ്, അപ്പോൾ അതുകൊണ്ട് അധികം വണ്ടികൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും കിട്ടാനില്ല, അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന വണ്ടികളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്ന എല്ലാവർക്കും ബൈ.